നമ്മുടെ രാവിലത്തെ ബിഗ് ബോസ് ലൈവിൽ നമ്മുടെ നെവിനെ എടുത്ത് പൊരിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ പാട്ട ഗേൾസ്. അപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെവിന് ബിഗ് ബോസിൻ്റെ വിന്നറാണ് എന്ന് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൻ്റെ വിന്നേഴ്സാണ് ആയിട്ട് വരിക. ബാക്കിയുള്ളവർ മീഡിയക്കാരായിട്ട് 4 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കുക. അപ്പം നമ്മുടെ നെവിൻ വന്നപ്പം തൊട്ട് ഭയങ്കര ജാടയിലെ കസേരയിലിരുന്ന് കറങ്ങുന്നു. നിങ്ങൾ ആരാണ്, നിങ്ങൾ മീഡിയാസ്, ഞാൻ വിളിച്ചിട്ടല്ല നിങ്ങൾ വന്നത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ജാട. ആദ്യം അനുമോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവൻ്റെ അടുത്ത് വലിയ ജാട ഇടുവാണ്, വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അങ്ങനെ ആരും ഒരു 5 മിനിറ്റ് അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ചില്ല. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അങ്ങ് നാണം കിട്ടും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആര്യൻ എഴുന്നേറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ബിഗ് ബോസ് ഹൗസിലെ ജെനുവിനായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചായിരുന്നു ആ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ആര്യനല്ല, അനീഷേട്ടനായിരുന്നു ചോദിച്ചെന്ന് തോന്നുന്നു. ആ ടൈമിലും ഇവൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് ഇവിടെ ആരും ജെനുവിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ആദില പറഞ്ഞു എവിടെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഹലോ, എനിക്കിഷ്ടമുള്ള ഇപ്പം മറുപടി പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ എന്നുള്ള രീതിയിലൊക്കെ നെവിൻ കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ അനിമോളും നൂറി ആദിലും കൂടെ നല്ല വൃത്തിക്ക് അങ്ങ് കൊടുത്തു. ഞങ്ങൾ വന്നത് മീഡിയാസാണ്, നിങ്ങൾ വരുന്നതിന് 1 മണിക്കൂർ മുൻപ് ഇവിടുത്തെ മീഡിയാസാണ്, അവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ അടുത്ത് കൂടുതൽ ഓവർ ഷോ കാണിക്കാൻ വരരുത്, നിങ്ങളെയൊക്കെ ആരാണ് ബിഗ് ബോസിൻ്റെ വിന്നറാക്കിയെന്നുള്ള രീതിയിലൊക്കെ നല്ല വൃത്തിക്ക് അങ്ങ് 3 പേരും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നെവിൻ അവിടെ ഇരുന്ന് അങ്ങ് ചമ്മി നാറി. നെവിൻ ഭയങ്കര ഷോ കാണിച്ചതാണ്, മീഡിയാസിനോട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും ഇവർ സമ്മതിച്ചില്ല. ഇവർ നല്ല രീതിക്ക് നെവിനെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. നെവിൻ പിന്നെ നോർമലായിട്ട് ആൻസർ പറയാൻ തുടങ്ങി.